ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും PSC ഐം അച്ചീവറിൻ്റെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സഞ്ചാരികളുടെ പ്രിയപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ട നഗരം ഏതാണ്? ദുബായ്. ദുബായ് ആണ് സഞ്ചാരികളുടെ പ്രിയപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ട നഗരം. ട്രാവൽ ബുക്കിംഗ് ആൻഡ് റിവ്യൂ പ്ലാറ്റ്ഫോമായ ട്രിപ്പ് അഡ്വൈസർ 2024 ട്രാവലേഴ്സ് ചോയ്സ് പുരസ്കാരമാണ് ദുബായിക്ക് ലഭിച്ചത്. തുടർച്ചയായ മൂന്നാമത്തെ വർഷമാണ് ദുബായ് ഈ നേട്ടം കരസ്ഥമാക്കുന്നത്. ബാലി, ലണ്ടൻ, ഹനോയ് എന്നീ നഗരങ്ങളാണ് തൊട്ടുപിറകിലുള്ള നഗരങ്ങൾ. 2022 ഒക്ടോബർ മുതൽ 2023 സെപ്റ്റംബർ വരെയുള്ള കാലയളവിലേതാണ് ഈ റിപ്പോർട്ട്. ആഗോള താപനില രേഖപ്പെടുത്താൻ തുടങ്ങിയ 1850 ശേഷമുള്ള ഏറ്റവും ചൂടേറിയ വർഷം എന്ന റെക്കോർഡ് ഏത് വർഷത്തിനാണ്? 2023. ആഗോള താപനില രേഖപ്പെടുത്താൻ തുടങ്ങിയ 1850 ശേഷമുള്ള ഏറ്റവും ചൂടേറിയ വർഷം എന്ന റെക്കോർഡ് 2023. യൂറോപ്യൻ യൂണിയന്റെ കോപ്പർ നിക്കസ് ക്ലൈമറ്റ് ചേഞ്ച് സർവീസിന്റെ റിപ്പോർട്ട് പ്രകാരം 100,000 വർഷത്തിനിടയിലെ ഏറ്റവും ചൂടേറിയ വർഷവും 2023 തന്നെ ആയിരിക്കും. വിമാനത്തിലെ പൈലറ്റുമാരുടെ പ്രതിവാര വിശ്രമ സമയം 36 മണിക്കൂറിൽ നിന്നും എത്ര മണിക്കൂറായാണ് DGCA വർദ്ധിപ്പിച്ചത്? 48 മണിക്കൂർ. വിമാനത്തിലെ പൈലറ്റുമാരുടെ പ്രതിവാര വിശ്രമ സമയം 36 മണിക്കൂറിൽ നിന്നും 48 മണിക്കൂറായാണ് DGCA വർദ്ധിപ്പിച്ചത്. രാത്രിയുടെ നിർവചനം രാത്രി 12 മുതൽ പുലർച്ചെ 5 മണിവരെ എന്നത് രാത്രി 12 മുതൽ പുലർച്ചെ 6 മണിവരെ എന്നും DGCA മാറ്റി. പുതിയ നിയമപ്രകാരം രാത്രി 12 ശേഷം 2 ലാൻഡിംഗ് മാത്രമാണ് ഒരു പൈലറ്റിന് നടത്തേണ്ടത്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ എന്നതാണ് DGCAയുടെ പൂർണ്ണ രൂപം. ഇറച്ചിക്കായി പട്ടികളെ വളർത്തുന്നതും വിൽക്കുന്നതും നിരോധിക്കുന്ന ബിൽ 2024 ജനുവരിയിൽ പാസാക്കിയ രാജ്യം ഏതാണ്? ദക്ഷിണ കൊറിയ. ദക്ഷിണ കൊറിയയാണ് ഇറച്ചിക്കായി പട്ടികളെ വളർത്തുന്നതും വിൽക്കുന്നതും നിരോധിക്കുന്ന ബിൽ 2024 ജനുവരിയിൽ പാസാക്കിയ രാജ്യം. ദക്ഷിണ കൊറിയയിലെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട യുൻ സുക് യോളിന്റെ പ്രധാന തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു പട്ടിയിറച്ചി നിരോധനം എന്നത്. 2027 മുതൽ മാത്രമേ ഈ നിയമം പ്രാബല്യത്തിൽ വരികയുള്ളൂ. ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വ്യക്തി ആരാണ്? ഗബ്രിയേൽ അത്താൽ. ഗബ്രിയേൽ അത്താലാണ് ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വ്യക്തി. നിലവിലെ പ്രധാനമന്ത്രി എലിസബത്ത് ബോൺ ജനുവരി 8 രാജിവെച്ചിരുന്നു. ഈ ഒഴിവിലേക്കാണ് ഗബ്രിയേൽ അത്താലിനെ നാമനിർദ്ദേശം ചെയ്തത്. ആധുനിക ഫ്രാൻസിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയും സ്വവർഗാനുരാഗിയായ ആദ്യ പ്രധാനമന്ത്രിയുമാണ് ഗബ്രിയേൽ അത്താൽ. നിലവിലെ ഫ്രാൻസിലെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ഗബ്രിയേൽ അത്താൽ. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ആണ്. ഭൂട്ടാനിൽ 2024 നടന്ന പൊതു തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടിയ രാഷ്ട്രീയ പാർട്ടി ഏതാണ്? പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി. പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയാണ് ഭൂട്ടാനിൽ 2024 നടന്ന പൊതു തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടിയ രാഷ്ട്രീയ പാർട്ടി. ഭൂട്ടാനിലെ മുൻ പ്രധാനമന്ത്രി ഷെറിംഗ് ഡോബ്ഗെയുടെ പാർട്ടിയാണ് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി.
രാജഭരണത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്ക് മാറിയ ഭൂട്ടാനിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് 2008-ലാണ്. അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ ഭാഗമായി കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് സംഘടിപ്പിക്കുന്ന സൈക്ലത്തണിന്റെ പേരെന്താണ്? ടൂർ ഡി കേരള. ടൂർ ഡി കേരള എന്ന പേരിലുള്ള സൈക്ലത്തണാണ് അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ ഭാഗമായി കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് സംഘടിപ്പിക്കുന്നത്. സൈക്ലത്തണും റോഡ് ഷോയും ജനുവരി 12-ന് ആരംഭിച്ച് ജനുവരി 23-ന് സമാപിക്കും. ഉച്ചകോടിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന മെഗാ വാക്കത്തണിന്റെ പേരാണ് കെ വാക്ക്. ജനുവരി 23 മുതൽ 26 വരെ തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്പോർട്സ് ഹബ്ബിലാണ് ഈ ഉച്ചകോടി നടക്കുന്നത്. തിരുവനന്തപുരം ടെക്നോ പാർക്കിലെ എംബസി ടോറസ് ടെക്സോണിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ആദ്യ ഓഫീസ് സമുച്ചയത്തിന്റെ പേരെന്താണ്? നയാഗ്ര. നയാഗ്ര എന്നു പേരുള്ള ഓഫീസ് സമുച്ചയമാണ് തിരുവനന്തപുരം ടെക്നോ പാർക്കിലെ എംബസി ടോറസ് ടെക്സോണിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ആദ്യ ഓഫീസ് സമുച്ചയം. ടോറസ് ഇൻവെസ്റ്റ്മെന്റ് ഹോൾഡിംഗ്സും എംബസി ഗ്രൂപ്പും ചേർന്നാണ് എംബസി ടോറസ് ടെക്സോൺ എന്ന പ്രത്യേക സാമ്പത്തിക മേഖല വികസിപ്പിക്കുന്നത്. മംഗളൂരു AJ ആശുപത്രിയിൽ ഒരുക്കിയ നിർമ്മിത ബുദ്ധി സഹായത്തോടെ രോഗികളെ പരിചരിക്കുന്ന സംവിധാനം ഏതാണ്? ഡോസീസ്. ഡോസീസ് എന്ന AI സംവിധാനമാണ് മംഗളൂരു AJ ആശുപത്രിയിൽ ഒരുക്കിയ നിർമ്മിത ബുദ്ധി സഹായത്തോടെ രോഗികളെ പരിചരിക്കുന്ന സംവിധാനം. ICUവിലുള്ള രോഗികളുടെ അടുത്ത് ഡോക്ടറോ നഴ്സോ ഇല്ലെങ്കിലും രോഗിയുടെ ആരോഗ്യസ്ഥിതി തത്സമയം നിരീക്ഷിക്കുന്ന AI സംവിധാനമാണ് ഡോസീസ്. ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ ആരാണ്? ഉസ്താദ് റാഷിദ് ഖാൻ. ഉസ്താദ് റാഷിദ് ഖാൻ ആണ് 2024 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ. കേരളത്തിൽ കുടുംബശ്രീ ആരംഭിക്കുന്ന ഫുഡ് പ്രോസസ്സിംഗിന്റെ ബ്രാൻഡ് നെയിം എന്താണ്? കുടുംബശ്രീ. കുടുംബശ്രീ എന്ന പേരിലുള്ള ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ് കേരളത്തിൽ കുടുംബശ്രീ ആരംഭിക്കുന്നത്. ഈ ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റിന്റെ ബ്രാൻഡ് നെയിം ആണ് കുടുംബശ്രീ. ആദ്യഘട്ടത്തിൽ കുടുംബശ്രീ എന്ന ബ്രാൻഡ് നെയിമിൽ കറി പൗഡറുകളും ധാന്യപ്പൊടികളുമാണ് വിപണിയിൽ എത്തിക്കുന്നത്. മത്സ്യഫെഡിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം ആഴാക്കുളത്ത് ജനുവരി 10-ന് ഉദ്ഘാടനം ചെയ്ത കേരളത്തിലെ ആദ്യ സീ ഫുഡ് കഫേയുടെ പേരെന്താണ്? കേരള സീ ഫുഡ് കഫേ. മത്സ്യഫെഡിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം ആഴാക്കുളത്ത് ജനുവരി 10-ന് ഉദ്ഘാടനം ചെയ്ത കേരളത്തിലെ ആദ്യ സീ ഫുഡ് കഫേയുടെ പേരാണ് കേരള സീ ഫുഡ് കഫേ. ഫിഷറീസ് വകുപ്പുമായി സഹകരിച്ചാണ് മത്സ്യഫെഡ് കേരള സീ ഫുഡ് കഫേ സ്ഥാപിക്കുന്നത്. മികച്ച ജീവിത മൂല്യമുള്ള കൃതികൾക്ക് നൽകുന്ന വിശ്വദീപം പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? PK ഗോപി. PK ഗോപിയാണ് മികച്ച ജീവിത മൂല്യമുള്ള കൃതികൾക്ക് നൽകുന്ന വിശ്വദീപം പുരസ്കാരം ലഭിച്ച വ്യക്തി. മുപ്പത്തിയേഴാമത് ദക്ഷിണ മേഖല അന്തർ സർവകലാശാല കലോത്സവത്തിൽ ഓവറോൾ കിരീടം നേടിയ സർവകലാശാല ഏതാണ്? മഹാത്മാഗാന്ധി സർവകലാശാല. 37ാമത് ദക്ഷിണ മേഖല അന്തർ സർവകലാശാല കലോത്സവത്തിൽ ഓവറോൾ കിരീടം നേടിയ സർവകലാശാലയാണ് മഹാത്മാഗാന്ധി സർവകലാശാല. ദക്ഷിണേന്ത്യയിലെ 23 സർവകലാശാലകൾ പങ്കെടുത്ത ഈ കലോത്സവം നടന്നത് വിശാഖപട്ടണത്ത് വെച്ചാണ്. മത്സ്യബന്ധന തൊഴിലാളികളുടെയും മത്സ്യ കർഷകരുടെയും ദേശീയ സംഗമം 2024 ജനുവരി 13-ന് നടക്കുന്നത് കേരളത്തിൽ എവിടെ വെച്ചാണ്?
കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാലയിൽ വെച്ച്, കുഫോസിൽ വെച്ച്. മത്സ്യബന്ധന തൊഴിലാളികളുടെയും മത്സ്യ കർഷകരുടെയും ദേശീയ സംഗമം 2024 ജനുവരി 13 നടക്കുന്നത് കേരളത്തിലെ കുഫോസ് സർവകലാശാലയിൽ വെച്ചാണ്. കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാല. കൊച്ചിയിലെ കുഫോസിൽ ജനുവരി 12 മുതൽ 14 വരെ നടക്കുന്ന അന്താരാഷ്ട്ര ഫിഷറീസ് കോൺഗ്രസിന്റെ ഭാഗമായാണ് ഈ സംഗമം നടക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൗശല്യ യോജന DDU-GKY പദ്ധതിയിൽ കേരളത്തിലെ ഏറ്റവും മികച്ച തൊഴിൽദാതാവായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി. കേന്ദ്ര സർക്കാരിന്റെ ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൗശല്യ യോജന DDU-GKY പദ്ധതിയിൽ കേരളത്തിലെ ഏറ്റവും മികച്ച തൊഴിൽദാതാവായി തിരഞ്ഞെടുത്തത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ലക്ഷദ്വീപ് സമൂഹത്തിലെ ഏത് ദ്വീപിൽ പുതിയ വിമാനത്താവളം നിർമ്മിക്കുവാനാണ് ഇന്ത്യ തീരുമാനമെടുത്തത്? മിനിക്കോയ് ദ്വീപ്. ലക്ഷദ്വീപ് സമൂഹത്തിലെ മിനിക്കോയ് ദ്വീപിൽ പുതിയ വിമാനത്താവളം നിർമ്മിക്കുവാനാണ് ഇന്ത്യ തീരുമാനം എടുത്തത്. കേരളത്തിലെ എത്ര ആയുഷ് ആരോഗ്യ സ്വാസ്ഥ്യ കേന്ദ്രങ്ങൾക്കാണ് 2024 ജനുവരിയിൽ NABH എൻട്രി ലെവൽ സർട്ടിഫിക്കേഷൻ ലഭിച്ചത്? 150 സ്ഥാപനങ്ങൾക്ക്. കേരളത്തിലെ 150 ആയുഷ് ആരോഗ്യ സ്വാസ്ഥ്യ കേന്ദ്രങ്ങൾക്കാണ് 2024 ജനുവരിയിൽ NABH എൻട്രി ലെവൽ സർട്ടിഫിക്കേഷൻ ലഭിച്ചത്. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് എന്നതാണ് NABHന്റെ പൂർണ്ണ രൂപം. കേരളത്തിലെ 600 ആയുഷ് ആരോഗ്യ സ്വാസ്ഥ്യ കേന്ദ്രങ്ങളെ 4 ഘട്ടമായി NABH നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ആദ്യ ഘട്ടമായാണ് 150 സ്ഥാപനങ്ങൾക്ക് സർട്ടിഫിക്കേഷൻ ലഭിച്ചത്. 2024 ജനുവരിയിൽ ONGC ഇന്ത്യയിൽ എവിടെയാണ് എണ്ണ ഉൽപാദനത്തിന് തുടക്കം കുറിച്ചത്? കൃഷ്ണ ഗോദാവരി തടത്തിൽ. 2024 ജനുവരിയിൽ ONGC ഇന്ത്യയിലെ കൃഷ്ണ ഗോദാവരി തടത്തിലാണ് എണ്ണ ഉൽപാദനത്തിന് തുടക്കം കുറിച്ചത്. മലേഷ്യൻ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള അർമാഡ സ്റ്റെർലിംഗ് 5 എന്ന യാനം വാടകയ്ക്കെടുത്താണ് ONGC എണ്ണ ഉൽപാദനം നടത്തുന്നത്. ബംഗാൾ ഉൾക്കടലിലാണ് കൃഷ്ണ ഗോദാവരി തടം. കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക വകുപ്പ് മന്ത്രി ഹർദീപ് സിംഗ് പുരിയാണ്. ഒരു ലിറ്റർ കുപ്പിവെള്ളത്തിൽ എത്ര ലക്ഷം നാനോ പ്ലാസ്റ്റിക് കണങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്നാണ് പഠനത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്? 2.5 ലക്ഷം. ഒരു ലിറ്റർ കുപ്പിവെള്ളത്തിൽ 2.5 ലക്ഷം നാനോ പ്ലാസ്റ്റിക് കണങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്നാണ് പഠനത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. കൊളംബിയ, റട്ജേഴ്സ് സർവകലാശാലകളിലെ ഗവേഷകരാണ് ഈ പഠനം നടത്തിയത്. ബിരുദ വിദ്യാർത്ഥിയായ നൈസിൻ ചിയാനാണ് പഠനത്തിന് നേതൃത്വം നൽകിയത്. നൂതനമായ ലേസർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഈ പഠനം നടത്തിയത്. ഗുജറാത്ത് സർക്കാരിന്റെ നിക്ഷേപ സംഗമ പരിപാടിയായ 10ാമത് വൈബ്രന്റ് ഗുജറാത്ത് ആഗോള ഉച്ചകോടിയിലെ മുഖ്യാതിഥി ആരാണ്? ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ. UAE പ്രസിഡന്റാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ. ഗുജറാത്ത് സർക്കാരിന്റെ നിക്ഷേപ സംഗമ പരിപാടിയായ 10ാമത് വൈബ്രന്റ് ഗുജറാത്ത് ആഗോള ഉച്ചകോടിയിലെ മുഖ്യാതിഥി UAE പ്രസിഡന്റായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനാണ്. തിമോർ പ്രസിഡന്റ് ഡോക്ടർ ജോസ് റാമോസ് ഹോർത്ത, മൊസാംബിക് പ്രസിഡന്റ് ഫിലിപ്പെ ജസിൻഡോ ന്യൂസിയു എന്നിവരും ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്.
ഇന്ത്യ സന്ദർശിക്കുന്ന ആദ്യത്തെ തിമോർ ഭരണാധികാരിയാണ് ഡോക്ടർ ജോസ് റാമോസ് ഹോർത്ത. ഗാന്ധിനഗറിലെ മഹാത്മാ മന്ദിർ കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് ജനുവരി 10 മുതൽ 12 വരെ ഉച്ചകോടി നടക്കുന്നത്. രണ്ടായിരത്തി 24 ബംഗ്ലാദേശ് പൊതു തിരഞ്ഞെടുപ്പിൽ വിജയിച്ച അവാമി ലീഗ് നേതാവ് ഷെയ്ഖ് ഹസീന മത്സരിച്ച മണ്ഡലം ഏതാണ്? ഗോപാൽഗഞ്ച്. 2024 ബംഗ്ലാദേശ് പൊതു തിരഞ്ഞെടുപ്പിൽ വിജയിച്ച അവാമി ലീഗ് നേതാവ് ഷെയ്ഖ് ഹസീന മത്സരിച്ച മണ്ഡലമാണ് ഗോപാൽഗഞ്ച് മണ്ഡലം. മിസ് യൂണിവേഴ്സ് ട്രാൻസ് ഓർഗനൈസേഷന്റെ 2023 കർവി യൂണിവേഴ്സ് ട്രാൻസ് പട്ടം നേടിയ മലയാളി ട്രാൻസ് വുമൺ ആരാണ്? തീർത്ത സാർവിക. മലയാളി ട്രാൻസ് വുമണായ തീർത്ത സാർവികയാണ് മിസ് യൂണിവേഴ്സ് ട്രാൻസ് ഓർഗനൈസേഷന്റെ 2023 കർവി യൂണിവേഴ്സ് ട്രാൻസ് പട്ടം നേടിയത്. 2024 ജനുവരിയിൽ ടെസ്റ്റ് ക്രിക്കറ്റ് റാങ്കിങ്ങിൽ ഇന്ത്യയെ മറികടന്ന് 1-ാം സ്ഥാനം കരസ്ഥമാക്കിയത് ഏത് രാജ്യമാണ്? ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയാണ് 2024 ജനുവരിയിൽ ടെസ്റ്റ് ക്രിക്കറ്റ് റാങ്കിങ്ങിൽ ഇന്ത്യയെ മറികടന്ന് 1-ാം സ്ഥാനം കരസ്ഥമാക്കിയ രാജ്യം. സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച ഗ്രാമപഞ്ചായത്ത് ഏതാണ്? മലയിൻകീഴ് ഗ്രാമപഞ്ചായത്ത്. തിരുവനന്തപുരം ജില്ലയിലെ മലയിൻകീഴ് ഗ്രാമപഞ്ചായത്താണ് സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച ഗ്രാമപഞ്ചായത്ത്. 2024 ജനുവരി 6 മലയിൻകീഴ് ഗ്രാമപഞ്ചായത്ത് ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ചത്. രണ്ടായിരത്തി 2024 പാസ്പോർട്ട് പവർ ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ട് ഏത് രാജ്യത്തിൻ്റെതാണ്? UAE. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ ആണ് 2024 പാസ്പോർട്ട് പവർ ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ട് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. UAEയുടെ അതാണ്. UAEയുടെ പാസ്പോർട്ട് ഉപയോഗിച്ച് 180 രാജ്യങ്ങളിലേക്ക് വിസ ഇല്ലാതെ പ്രവേശിക്കാം. ജർമ്മനി, സ്പെയിൻ, ഫ്രാൻസ്, ഇറ്റലി, നെതർലാൻഡ്സ് എന്നീ 5 രാജ്യങ്ങളാണ് 2-ാം സ്ഥാനത്ത്. ഈ രാജ്യങ്ങളുടെ പാസ്പോർട്ട് ഉപയോഗിച്ച് 178 രാജ്യങ്ങളിലേക്ക് വിസ ഇല്ലാതെ പ്രവേശിക്കാം. ഇന്ത്യ ഈ പട്ടികയിൽ 68-ാമത് സ്ഥാനത്താണ് ഉള്ളത്. ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ച് 75 രാജ്യങ്ങളിൽ വിസ ഇല്ലാതെ പ്രവേശിക്കാം. ഈ പട്ടികയിൽ ഏറ്റവും പിറകിലുള്ള രാജ്യം സിറിയയാണ്. സിറിയ 96-ാമത് സ്ഥാനത്താണ് ഉള്ളത്. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.